ആര്യഭടനാണോ ഭാരതത്തിലെ ജ്യോതിശാസ്ത്ര പാരമ്പര്യം തുടങ്ങി വെച്ചത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മൾ ചോദിച്ചേ പറ്റൂ. കാരണം പലരും അങ്ങനെ പറയാറുണ്ട്. ലഗധൻ്റെ വേദാംഗ ജ്യോതിഷത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രാചീന ജ്യോതിശാസ്ത്രജ്ഞരായ ദീർഘതമസ്സിനെയും ഗാർഗ്യനെയും ശുനശേപനെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാനിടയില്ല. നമ്മളുടെ പല ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും നമുക്ക് വലിയ ശ്രദ്ധയോ പഠിക്കാനുള്ള താല്പര്യമോ ഒന്നുമില്ല. അത് അന്ധവിശ്വാസവുമാണ് എന്ന് നമ്മൾ കരുതുന്നുമുണ്ട്. പ്രാചീന ഭാരതത്തിന് ലോകോത്തരമായൊരു ജ്യോതിശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് നമുക്ക് അറിയാം. നമുക്ക് അറിയില്ലെങ്കിലും ലോകത്തിലുള്ള പലർക്കും അറിയാം. ആര്യഭടൻ്റെയും ബ്രഹ്മഗുപ്തൻ്റെയും വരാഹമിഹിരൻ്റെയും ഭാസ്കരൻ്റെയും പേരെങ്കിലും കേൾക്കാത്തവരാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അതും ശരിയല്ല എന്ന് പറയുന്നവരുണ്ടാവും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ എന്നോ അവരുടെ പാരമ്പര്യം എന്തായിരുന്നുവെന്നോ അറിയുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. ഗോളാകാരമായ ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ കറക്കത്തിൻ്റെ സൈഡീരിയൽ പീരീഡ് 23 മണിക്കൂർ 56 മിനിറ്റ് 4.1 സെക്കൻഡ് എന്നാണ് ആര്യഭടൻ കണ്ടെത്തിയത്. അതോ 1500 വർഷങ്ങൾക്ക് മുൻപ്. ഇന്നത്തെ യാതൊരു സൗകര്യങ്ങളും ശാസ്ത്രപരമായി ഇല്ലാതെയാണ് ഈ സൈഡീരിയൽ പീരീഡ് 23 മണിക്കൂർ 56 മിനിറ്റ് 4.1 സെക്കൻഡ് ആണെന്ന് ആര്യഭടൻ പറഞ്ഞത്. അത്ഭുതാവഹമായ ഒരു കാര്യമാണത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തിൽ ഭാരതീയർ എത്ര മുന്നിലായിരുന്നു. അവരെയാണ് അന്ധവിശ്വാസികളെന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് എത്രമാത്രം വിവരമില്ലായ്മയുണ്ട്. അതായത് ഇന്ന് കണ്ടെത്തിയ വാല്യൂവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 9 മില്ലി സെക്കൻഡ് മാത്രം വ്യത്യാസമേ ഇതിനുള്ളൂ. അതേപോലെ വർഷദൈർഘ്യം, ഗ്രഹണങ്ങൾ, ലൂണാർ അനോമലി തുടങ്ങി അനേകം കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തെ തുടർന്ന് വരാഹമിഹിരനെയും ഭാസ്കരനെയും പോലുള്ളവർ വന്നു ഈ നാട്ടിലേക്ക്. അവരും ഇതേപോലെ വലിയ തോതിലുള്ള ഗണിതശാസ്ത്ര പാരമ്പര്യം ലോകത്തിൻ്റെ മുമ്പിലേക്ക് വിരിച്ചിട്ടു. പിന്നീട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയെയും നീലകണ്ഠ സോമയാജിയെയും അച്യുത പിഷാരടിയെയും പോലുള്ളവർ ഈ ഭാരതീയ ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ പലരും കരുതുന്നത് ആര്യഭടനാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആദ്യ പ്രയോക്താവ് എന്നാണ്. ആര്യഭടന് മുൻപേ തന്നെ ഭാരതത്തിന് മഹത്തായ ജ്യോതിശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ കാര്യം പലർക്കും അറിയില്ല. വേദാംഗ ജ്യോതിഷം എന്നൊരു ശാഖ തന്നെ ഇവിടെ നിലനിന്നിരുന്നു. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് ഇത് ജ്യോതിഷല്ലേ എന്ന് പറയും. ഫലജ്യോതിഷം എന്ന ആസ്ട്രോളജി ആയിരുന്നില്ല, അത് ജ്യോതിശാസ്ത്രം എന്ന ആസ്ട്രോണമി ആയിരുന്നു. ഈ ധാരയിലെ പ്രധാനപ്പെട്ട ആചാര്യനായിരുന്നു ലഗധൻ. ആര്യഭടനും 1500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ലഗധൻ്റെ കാലം. സൗരവർഷം, ചാന്ദ്രമാസങ്ങൾ, 27 നക്ഷത്രങ്ങൾ, തിഥികൾ, ഋതുക്കൾ എന്നിവയെ കൂട്ടിയോജിപ്പിച്ച് ആദ്യത്തെ ഭാരതീയ സമ്പൂർണ്ണ കലണ്ടർ മുന്നോട്ട് വെച്ചത് ലഗധനാണെന്ന് എത്ര പേർക്കറിയാം? സംക്രമണങ്ങളെക്കുറിച്ചും തിഥി നിർണയത്തെക്കുറിച്ചും അധികമാസം അഥവാ ഇൻ്റർകലേഷൻ മെത്തേഡിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം വേദാംഗ ജ്യോതിഷത്തിൽ ശാസ്ത്രീയമായി രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളത് നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കേണ്ടത് ഇവിടെയൊക്കെ വെച്ചാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലഗധാചാര്യനാണ് ഈ പാരമ്പര്യം തുടങ്ങി വെച്ചത് എന്നാണോ? ഒരിക്കലുമല്ല. വേദങ്ങളിലാണ് ഈ ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് ഇന്ന് നിസ്സംശയം പറയാൻ പറ്റും. അഭിജിത്ത് നക്ഷത്രവും ഉൾപ്പെടെ 28 നക്ഷത്രങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞു വർണ്ണിക്കുന്ന നക്ഷത്ര സൂക്തം വേദങ്ങളിലുണ്ട്. സൗരവർഷത്തിലെ ദിവസ സംഖ്യയെക്കുറിച്ചും ഋതുക്കളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും പറയുന്ന അസ്യവാമസ്യ സൂക്തമുണ്ട് വേദങ്ങളിൽ. ദീർഘതമസ്, ഗാർഗ്യൻ, ശുനശേപൻ തുടങ്ങി ജ്യോതിശാസ്ത്രജ്ഞാനത്തിൻ്റെ ആദിമ പ്രയോക്താക്കളായ ഋഷിമാരെ നമുക്ക് വേദങ്ങളിൽ തന്നെ കാണാം. വേദങ്ങളിലെ ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നാളെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ശുഭമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ.